അപ്പോൾ ഈ ഒരു അധ്യായത്തോടു കൂടി നമ്മുടെ ഈ ഒരു ടെക്സ്റ്റും കംപ്ലീറ്റ് ആവുകയാണ്. അതായത് 6th സ്റ്റാൻഡേർഡിൽ വരുന്ന ഭാഗം 2 ഏറ്റവും അവസാനത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചത്, മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 2 ടെക്സ്റ്റും കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സും തീർത്തിട്ടുണ്ട്. അധ്യായം 9 മാറ്റാം ജീവിതശൈലി നാളേക്കായി. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമല്ലേ. അപ്പോൾ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം വ്യക്തിയുടെ സമ്പത്തും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സമ്പത്തും കൂടിയാണ്. അപ്പോൾ ജീവിത സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുമ്പോൾ നമ്മുടെ ജീവിതശൈലിയും ആഹാരശൈലിയിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ഈ അനാരോഗ്യകരമായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്, അത് ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതത്തിന് പര്യാപ്തമല്ല താനും. അപ്പോൾ ജീവിതശൈലി എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നോക്കാം. ആദ്യം ഇവിടെ തന്നിട്ടുള്ളത്, ഇവിടെ അപ്പൂപ്പനും ഒരു കുട്ടിയും തമ്മിലുള്ള സംസാരമാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോയിരുന്നത് 4-5 കിലോമീറ്റർ നടന്നിട്ടായിരുന്നു. അപ്പോൾ കുട്ടി പറയുന്നുണ്ട്, അപ്പൂപ്പൻ പഠിച്ച സ്കൂളിൽ തന്നെയാണല്ലോ ഞാനും പഠിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒട്ടും നടക്കേണ്ട, ഇവിടെ ഗേറ്റിനടുത്ത് നിന്നാൽ മതി, സ്കൂൾ ബസ് വരും. അപ്പോൾ ഇവിടെ കുട്ടിയും അപ്പൂപ്പനും തമ്മിലുള്ള സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു മാറ്റം എത്രത്തോളം വന്നു. ഇവർക്കാണെങ്കിൽ കുറച്ചധികം നടക്കാനുള്ള ഒരു സമയം സന്ദർഭവും ലഭിക്കുമ്പോൾ അവിടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ആരോഗ്യത്തിലേക്കുള്ള ഒരു നടത്തം എന്ന് പറയുന്ന ഒരു ഭാഗം ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മുൻകാലത്ത് മിക്കവാറും എല്ലാ കുട്ടികളും സ്കൂളിൽ നടന്നാണ് പോയിരുന്നത്. ഈ ഒരു ശീലം ആ കുട്ടികൾക്ക് കായികപരമായിട്ടുള്ളൊരു ചെറിയ അധ്വാനം കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമാണോ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്? കാലക്രമേണ ഇന്ന് പല മേഖലകളിലും മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലിയെ ഏത് തരത്തിലാണ് ബാധിച്ചിട്ടുള്ളത്? ഇവയൊക്കെ നമ്മുടെ ജീവിതശൈലിയെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ? ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കനുസരിച്ചാണ് പൊതുവെ ഈ ഒരു മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. കാലം മാറുന്നതിനനുസരിച്ച് നാം ഓരോരുത്തരും പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, പുരോഗതിയുടെ പാതയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കനുസരിച്ചാണ് എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ടെലിഫോൺ എന്നുള്ളത് എന്തായി മാറി? ഇവിടെ തന്നിരിക്കുന്ന പോലെ ഇതാ സ്മാർട്ട് ഫോണായിട്ട് മാറി. അരകല്ല് എന്തായി? നമുക്കറിയാം, മിക്സി ആയിട്ട് മാറി. ഡെസ്ക്ടോപ്പായിട്ടുണ്ടായിരുന്നത് ലാപ്ടോപ്പായിട്ടും പിന്നീട് ടാബ്ലറ്റൊക്കെ ആയിട്ട് മാറി. പിന്നെ വാഹനങ്ങളോ മോട്ടോർ കാർ വാഹനങ്ങളായി. ആദ്യം കാളവണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പിന്നീട് മോട്ടോർ കാർ വാഹനമായി, ശേഷം അത് ഇലക്ട്രിക് വാഹനത്തിലേക്ക് എത്തി. സ്ലേറ്റിൽ എഴുതി പഠിച്ച കുട്ടികൾ ഇപ്പോൾ എങ്ങനെ എഴുതുന്ന നോട്ട്ബുക്കിലും അതിനുശേഷമുള്ള പുരോഗതിയൊക്കെ കാണുന്നുണ്ട്. വിളക്ക് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, ചെറിയ ഒരു ഫിലമെൻറ്റ് ലാമ്പിന് പോലും ഇപ്പോൾ നമ്മൾ LED പോലെയുള്ള ട്യൂബുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ട് വിളക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിന്നത് ഇലക്ട്രിക് ബൾബായി, ഇപ്പോൾ LED ബൾബായി. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങളാണ് ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഫലമായിട്ടുണ്ടാകുന്ന മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ നമ്മുടെ ശീലങ്ങളിലും മാറ്റം വരുത്തുന്നില്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിത രീതിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. അവയിൽ ചിലത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്കതിലെ ആഹാരശീലങ്ങളിലേക്ക് പോകാം. പോഷക ഘടകങ്ങളെക്കുറിച്ചും സമീകൃത ആഹാരത്തെക്കുറിച്ചുമൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മളൊരു പാഠത്തിൽ അത് പഠിച്ചിട്ടുമുണ്ട്. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ നമ്മുടെ ആഹാരശീലങ്ങളിലും മാറ്റം ഉണ്ടാകുന്നുണ്ട്. അന്ന് ആഹാരം കഴിച്ചിരുന്ന രീതികൾ ഇതാ ഇപ്രകാരം ചിത്രത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് കണ്ടോ കൂടുതലും ഫാസ്റ്റ് ഫുഡും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതികൾ നമ്മുടെ ആഹാരക്രമത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ ആഹാരശീലങ്ങളിലുണ്ടായ ഇത്തരം മാറ്റങ്ങൾ ഇവിടെ എന്താണ്, അനാരോഗ്യകരമായൊരു ജീവിതത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമാണോ? എന്തായാലും അല്ല. മാറ്റങ്ങൾ എല്ലാം നല്ലതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവയിലും മോശപ്പെട്ട കാര്യങ്ങളുണ്ട്, നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആഹാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട്. സമീകൃത ആഹാരത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വേണം ഭക്ഷണം കഴിക്കാൻ. ഇതുപോലെ എല്ലാം രുചി അനുസരിച്ച് മാത്രം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്ന് തോന്നുന്നത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് വേണ്ടതും കൂടെ നമ്മുടെ
ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിലെ പ്രായമായവരോട് ചോദിച്ചാൽ അറിയാം അവരുടെ കുട്ടിക്കാലത്ത് അവരെന്തെല്ലാമാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭക്ഷണം അല്ല നമ്മളിന്ന് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. ഇവിടെ താഴെ നൽകിയിട്ടുള്ള ഈ ഒരു സംഭാഷണ ശകലം നോക്കാം. മോൾക്ക് ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാൻ എടുത്തു വെച്ച തോരനും മറ്റ് കറികളും എല്ലാം ഇതിൽ തന്നെ ഉണ്ടല്ലോ, എന്താ ഒന്നും കഴിക്കാത്തത് അമ്മ ചോദിക്കുക. അപ്പോൾ കുട്ടി പറയാം, എനിക്ക് ഉച്ചഭക്ഷണമായിട്ട് ബ്രെഡും ജാമും മാത്രം മതിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. അപ്പോൾ ഇവിടെ ആ ഒരു സംഭാഷണം കേൾക്കുന്ന സമയത്ത് ആ ഒരു ഉച്ചഭക്ഷണമായിട്ട് ബ്രെഡും ജാമും മാത്രം കഴിക്കുന്ന ഒരു താല്പര്യമാണ് അവിടെ കുട്ടി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടി പറയുന്നതിനോട് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും യോജിക്കില്ല. എന്തുകൊണ്ടാണ്? ബ്രെഡും ജാമും എല്ലാ ദിവസവും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. നമ്മുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ചോറ്, കറി, മുട്ട, പാൽ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ, വിറ്റമിൻ, ധാതുക്കൾ, ഊർജം ഇതെല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മുട്ടയും പാലും പഴവും പച്ചക്കറികളും ഇലക്കറികളും എല്ലാം ചേർത്ത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതല്ലേ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെട്ട് നമ്മുടെ ഭക്ഷണക്രമമായി മാറുമ്പോഴാണ് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ശുദ്ധവും പ്രകൃതിദത്തവും ദീർഘകാല ആരോഗ്യത്തിന് നല്ലതുമാണ്. അതുപോലെ സമീകൃത ആഹാരം കഴിക്കുന്നത് വഴി നമുക്ക് ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ വരുന്നത് തടയാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഒരു മുത്തശ്ശിയുടെ ആഹാരശീലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പണ്ടൊക്കെ എന്തായിരുന്നു രസം, അച്ഛനും അമ്മയും അമ്മൂമ്മയും ഏട്ടത്തിയും ഒക്കെ കൂടി ആകെ മേളമായിരുന്നു അടുക്കള. രാവിലെ കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ ആയിരുന്നു പ്രധാന ഭക്ഷണം. രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവയില്ലാതിരിക്കുന്ന കാലത്ത് പഴങ്കഞ്ഞിയായിരുന്നു ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. കാന്താരി മുളകും ചേമ്പ് കറിയും കൂട്ടി പഴങ്കഞ്ഞി കുടിക്കാൻ എന്തായിരുന്നു രുചി. ഉച്ചയൂണാണ് കേമം. പുഞ്ചകൃഷിയുടെ അരിയിൽ നിന്നുള്ള കുത്തരിച്ചോറിനൊപ്പം തൊടിയിൽ നിന്നു പറിച്ചെടുത്ത പയറ്, ചീര, വാഴപ്പിണ്ടി, കൂമ്പ്, കായ്, ഇടിച്ചക്ക ഇതൊക്കെയായിരുന്നു കൂട്ടാൻ. പോരാത്തതിന് വടക്ക് വശത്തെ കിളിച്ചുണ്ടൻ മാവിൽ നിന്ന് പറിച്ചെടുത്ത മാങ്ങയിട്ട് വെച്ച നല്ല മീൻകറിയും. വൈകുന്നേരമോ തൊടിയിലെ വാഴയില ചീന്തിൽ പരത്തി ആവിയിൽ പുഴുങ്ങിയ അടയോ കൊഴുക്കട്ടയോ ആയിരിക്കും. ഒഴിവുകാലം വരുമ്പോൾ പഴങ്ങളുടെ ഉത്സവമായിരുന്നു. മാമ്പഴം, ചക്കപ്പഴം, വാഴപ്പഴം, പപ്പായ, പേരയ്ക്ക, പറങ്കിമാങ്ങ, കശുമാങ്ങയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവയൊക്കെയായിരുന്നു ഇടനേരങ്ങളിലെ ഭക്ഷണം. അവയ്ക്കൊക്കെ എന്തായിരുന്നു സ്വാദ്. ഇപ്പോഴാണെങ്കിൽ ഇതൊന്നും കാണാൻ കൂടി കിട്ടുന്നില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന പലഹാരമല്ലേ ഇപ്പോഴെല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇവിടെ മുത്തശ്ശി പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടില്ലേ. ഇപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ആ ഒരു ഭക്ഷണ രീതിയിൽ മാത്രമല്ല മാറ്റം സംഭവിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അക്കാലത്ത് താമസിച്ചിരുന്ന ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയെക്കുറിച്ചും ഒരു ആശയം നമുക്കിവിടെ മുത്തശ്ശിമാരുടെ ഒരു ആഹാരശീലത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭക്ഷണത്തിലെ വൈവിധ്യം രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, അതുപോലെ ഇവിടെ നമ്മളടുത്ത് പറയുന്നുണ്ട് ഈ ഒഴിവുകാലമാകുന്ന സമയത്ത് പഴങ്ങളുടെ ഒരു മേളമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ പഴങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഓരോ സോഴ്സ് ആയിരുന്നു പ്രദാനം ചെയ്യുന്നത്. പ്രോട്ടീൻ ആയാലും വിറ്റമിൻ ആയാലും പ്രദാനം ചെയ്യുന്നവയായിരുന്നു ഈ പഴങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം ധാരാളമായി സമൃദ്ധമായി ലഭിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തിലുള്ള ആഹാരശീലം അതിൻ്റേതായിട്ടുള്ള ഗുണം നമ്മുടെ ആരോഗ്യത്തിന് നൽകും. അപ്പോൾ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്ന സമയത്ത് ആഹാരശീലങ്ങളിൽ മാറ്റമുണ്ടാകും. അത് സ്വാഭാവികമാണ്. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പര്യാപ്തമല്ല. വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷകങ്ങളും ലഭിക്കത്തക്ക വിധം നാം നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വയോജനങ്ങൾക്കൊപ്പം അപ്പൂപ്പനോടും അമ്മൂമ്മയോടും കഥ പറഞ്ഞിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അവരുടെ ആഹാരം, ആഹാരശീലങ്ങൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രധാരണം, കൃഷി, തൊഴിൽ, സ്കൂൾ ജീവിതം എന്നിങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി അവർക്ക് പറയാനാകും. വയോജനങ്ങൾ നമ്മുടെ സമ്പത്താണ്. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കണം. അവരുമായി സ്നേഹം പങ്കിടാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ആവശ്യങ്ങൾ നിറവേറ്റുവാനും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മുതിർന്നവരുടെ അറിവും കഴിവും അനുഭവങ്ങളും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം.
അപ്പോൾ ഇവിടെ വയോജനങ്ങളെ സംരക്ഷിക്കുന്നത് പ്രാധാന്യമർഹിക്കുന്നു. ആയതിനാൽ തന്നെ എല്ലാ വർഷവും ഒക്ടോബർ 1 വയോജന ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നു. എല്ലാ വർഷവും ഒക്ടോബർ 1 വയോജന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ വയോജനങ്ങളെ സംരക്ഷിക്കുക, അവരുടെ അറിവും കഴിവും അനുഭവങ്ങളും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി ആഹാരത്തിന് ദോഷം വരുത്തുന്ന ആഹാരശീലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നോക്കിക്കേ. പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുടെ കുറഞ്ഞ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരശീലത്തിനെ ഒരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വറുത്തെടുത്ത ആഹാര വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കുന്നതും പ്രശ്നമാണ്. പഞ്ചസാര, ഉപ്പ്, എണ്ണ, നെയ്യ്, കൊഴുപ്പ് എന്നിവയുടെയൊക്കെ അമിതമായ ഉപയോഗം നമ്മുടെ ഭക്ഷണത്തിലുണ്ട് എങ്കിൽ അതും അനാരോഗ്യകരമായിട്ടുള്ള ഒരു രീതിയാണ്, ശീലമാണ്. ഇനി ബേക്കറി സാധനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. നമ്മുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ശീലത്തിന് വിപരീതമാണ്. സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കൽ, ഇത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഇന്ന് ഒരുവിധപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ് സമയത്തിന് ആഹാരം കഴിക്കില്ല. നമ്മുടെ ശരീരത്തിന് കൃത്യമായി പ്രവർത്തിക്കുന്നതിനായിട്ട് ശരീരം ആവശ്യപ്പെടുന്ന സമയത്തിന് കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുന്നതും നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിന് മോശം വരുത്തുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് വർദ്ധിച്ചു വരികയാണത്, ആ ഒരു പ്രവണത. അപ്പോൾ ഇത്തരം ഭക്ഷണക്രമങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ ഈ രീതി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. അതുമാത്രമല്ല, അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണക്രമം പോഷകാഹാരക്കുറവ്, അമിതഭാരം, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നമ്മെ നയിക്കുമെന്നുള്ളതാണ്. ഈ ആഹാര രീതിയിൽ വന്ന ദോഷകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ മേലിൽ പറഞ്ഞതുപോലെയുള്ള ഈ ഭക്ഷണശീലങ്ങൾ നമ്മുടെ ഒരു രീതിയായി മാറുമ്പോൾ അത് പ്രശ്നമാണ്. അവ അനാരോഗ്യകരമായിട്ട് മാറും. അപ്പോൾ ശേഷം നോക്കിക്കുക, ഇതാ ഇവിടെ ആ ഒരു അമ്മ കുട്ടിയോട് പറയുന്നുണ്ട്, TV കണ്ടത് മതി, ഇനി കുറച്ച് നേരം പുറത്ത് പോയി കളിക്കും മോനെ എന്ന് പറയുന്നുണ്ട്. ഭക്ഷണം മാത്രമല്ല, ആഹാര രീതിയിൽ വന്ന ഒരു ദോഷകരമായ മാറ്റങ്ങൾ അതാണ്. ഇത് മാത്രമല്ല, TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതി തെറ്റായ ഒരു പ്രവണതയാണ്. ചിത്രത്തിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ജങ്ക് ഫുഡുകൾ കൂടുതലായി കഴിക്കുന്നു, ശരീരഭാരം കൂടാനുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് പോലെ TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയും തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. എന്നാൽ ഇതല്ലാതെ ഭക്ഷണം ആസ്വദിച്ച് വേണം കഴിക്കാൻ. TV പരിപാടികൾ കണ്ട് ആസ്വദിച്ചല്ല ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണത്തെ അറിഞ്ഞും രുചിച്ചും നമ്മൾ ഭക്ഷണത്തെ ശരീരത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സമീകൃത ആഹാരം പോലെ തന്നെയാണ് അവ നമ്മൾ എങ്ങനെ ഭക്ഷിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രാധാന്യവും. ഇനി ഇവിടെ താഴെ നൽകിയിട്ടുള്ളത് നോക്കിക്കേ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ശ്രദ്ധയില്ലാതെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. രുചി അറിഞ്ഞും എന്താണ് ഗുണമെന്നറിഞ്ഞും വേണം ഭക്ഷണം ശരീരത്തിന് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ അവ നമ്മുടെ ശരീരത്തിലേക്ക് എത്തി നമ്മുടെ ആരോഗ്യകരമായൊരു ജീവിതം സാധ്യമാകുള്ളൂ. ഇനി ഇവിടെ ഈ ചിത്രങ്ങൾ നോക്കിക്കേ. നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ആഹാര പദാർത്ഥങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. റാൻഡം കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് സ്ഥിരമായി കഴിക്കുന്നത് ശരിയാണോ? നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. നമ്മുടെ മാറ്റത്തിനനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കണം, വേണ്ട എന്നല്ല. പക്ഷെ നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കാൻ ഇവ നമ്മെ സഹായിക്കും. അപ്പോൾ ഇവിടെ സ്ഥിരമായി കഴിക്കുന്നത് ശരിയല്ല നമുക്ക് മനസ്സിലായി. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്? ചിത്രത്തിൽ കാണിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇവിടെ ഈ ഭക്ഷണ പദാർത്ഥത്തിൽ ബർഗർ ഉണ്ട്, ഫ്രൈസ് ഉണ്ട്, ചിപ്സ് ഉണ്ട്, ഫ്രൈഡ് ചിക്കൻ, ഡോനറ്റ്സ്, സ്വീറ്റ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ്? കൊഴുപ്പടങ്ങിയതും പഞ്ചസാരയും ഉപ്പും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അടങ്ങിയ വ്യത്യസ്ത പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവ ശരിയായ സന്തുലിതാവസ്ഥയിലല്ല ഉള്ളത് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇവ സ്ഥിരമായി കഴിക്കുന്നത് ശീലമാക്കാൻ പാടില്ല. അതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഇവിടെ
നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില പോഷക ഘടകങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ലഭിക്കും. ചില പോഷക ഘടകങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ലഭിക്കും. മാത്രമല്ല ദഹനക്കുറവുണ്ടാകും, പ്രതിരോധ ശേഷി കുറയും, പോഷകാഹാരക്കുറവുണ്ടാകും, പൊണ്ണത്തടി ഉണ്ടാകുന്നു, ക്രമേണ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നു. ഉയരവും തൂക്കവും. കൂടുതൽ ആഹാരം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എപ്പോഴൊക്കെയോ. പക്ഷെ അത് ശരിയാണോ? വളർച്ച പ്രതിരോധിക്കാനുള്ളൊരു മാർഗമായിട്ടാണ് ഉയരത്തൂക്ക പരിശോധന, നമ്മൾ BMI എന്ന് കേട്ടിട്ടില്ലേ, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കൂടുതൽ ആഹാരം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവണമെന്നില്ല, ആരോഗ്യം ഉണ്ടാകില്ല. കൂടുതൽ ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല, ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം മാത്രം കഴിച്ചാൽ മതിയാകും. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ വളർച്ച പരിശോധിക്കാനുള്ളൊരു മാർഗമാണ് ഈ BMI എന്ന് പറയുന്നത്. ഒരാൾക്ക് ഉയരത്തിനനുസരിച്ച് തൂക്കമുണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ കണ്ടെത്തുന്നു. BMI ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തന്നിട്ടുണ്ട് എപ്രകാരമാണ് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു BMI കണ്ടെത്തുന്നതിനായിട്ട് ഉയരവും ഭാരവും ആദ്യം കണ്ടെത്തണം. ഭാരത്തെ, അതായത് ഉയരം ഇൻറ്റു ഉയരം കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്നത്. അപ്പോൾ ഒന്നാമത്തെ കുട്ടിക്ക് ഇവിടെ 25 കിലോഗ്രാമാണ് ഭാരം, 120 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ BMI കണ്ടെത്തുന്നതിനായിട്ട് തൂക്കം, കിലോഗ്രാമിലുള്ള തൂക്കം ഡിവൈഡഡ് ബൈ ഉയരം ഇൻറ്റു ഉയരം. അപ്പോൾ 1.20 ആണ് മീറ്ററിൽ കണക്കാക്കുമ്പോൾ. 120 സെൻറ്റിമീറ്റർ അല്ലേ കുട്ടിയുടെ ഹൈറ്റ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടുന്നതാണ് ഇവിടെ കുട്ടിയുടെ ഉയരമെന്ന്, അല്ല BMI എന്ന് പറയുന്നത്. അപ്പോൾ BMI എന്ന് പറഞ്ഞാൽ എന്താ? തൂക്കം ബൈ ഉയരം ഇൻറ്റു ഉയരം. അപ്പോൾ 25 ബൈ 1.20 ഇൻറ്റു 1.20 എത്രയാണ് കിട്ടുന്നത്? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളെ ആൻസേഴ്സ് നിങ്ങളെ കയ്യിൽ വേണം. ദെൻ ഇവിടെ ചെക്ക് ചെയ്യുക കേട്ടോ. 17.36 ആണ്. നമ്മൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാ കാര്യത്തിലും സ്വന്തം ഒന്ന് ട്രൈ ചെയ്ത ശേഷം നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒന്നാമത്തെ കുട്ടിയുടെ BMI എത്രയാണ്? 17.36 ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ കുട്ടിക്ക് 45 കിലോഗ്രാം തൂക്കവും 125 സെൻറ്റിമീറ്റർ ഉയരവുമാണ് ഉള്ളത്. ഈ രണ്ടാമത്തെ കുട്ടിയുടെ BMI എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ തൂക്കം കിലോഗ്രാമിലാണ് കൊടുത്തിട്ടുള്ളത്. അത് എഴുതുക. 45 ഡിവൈഡഡ് ബൈ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുതുന്നതിന് പരിമിതിയുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വൃത്തിയെ അക്ഷരങ്ങളിൽ കാണാൻ സാധിക്കുള്ളൂ. ഇനി ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്റർ എത്ര തന്നേ? 125 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 1.25 ഇൻറ്റു 1.25 എന്നുള്ളതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ആൻസർ വരുന്നത്? ഒന്ന് ചെയ്ത് നോക്കുക. 28.8 ആണ് വരുന്നത്. 28.8 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ശരീരത്തിൽ BMIയും ശരീരാവസ്ഥയും കൂടെ കണക്ക് കൂട്ടുന്നതിന് ഒരു പട്ടിക തന്നിട്ടുണ്ട്, ഒത്തു നോക്കുന്നതിനായിട്ടൊരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ BMI 18.5 കുറവാണ് എങ്കിൽ ആ ശരീരത്തിൻ്റെ ഭാരം കുറവുണ്ട്. ഇനി 18.5നും 24.9 ഇടയിലാണ് എങ്കിൽ ശരിയായിട്ടുള്ള ഭാരമാണ്. ഇനി 25 മുതൽ 29.9 വരെ ആണ് എങ്കിൽ അമിതവണ്ണമാണ് എന്നുള്ളതാണ്. അതുപോലെ അതിന് മുകളിലേക്കാണെങ്കിൽ 30 മുതൽ 34.9 വരെ ആണെങ്കിൽ പൊണ്ണത്തടി ഒന്നാം ഘട്ടമായിട്ടാണ് കണക്കാക്കുക. 35 മുതൽ 39.9 വരെയാണെങ്കിൽ പൊണ്ണത്തടി രണ്ടാം ഘട്ടമായിട്ടാണ് കൂട്ടുന്നത്. അതിനുശേഷം മുകളിലേക്ക് 40 മുകളിലേക്കുള്ളതെല്ലാം പൊണ്ണത്തടി മൂന്നാം ഘട്ടമായിട്ടാണ് കൂട്ടുക. ഇങ്ങനെയാണ് ആ ഒരു ശരീരാവസ്ഥ BMI നമ്പർ അനുസരിച്ച് കണക്ക് കൂട്ടുന്നതിനായിട്ടുള്ള പട്ടിക. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ പൊക്കത്തിനനുസരിച്ച് തൂക്കത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, അത് ഓക്കെയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതുപോലെ 17.36 ആണെങ്കിൽ ഈ കുട്ടി എവിടെയാണുള്ളത്? ഭാരക്കുറവിലാണുള്ളത്. ഇനി ഇവിടെ 28.8 ആണ്, അതെവിടെയാണ്? അമിതവണ്ണത്തിലല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കുട്ടിയുടെ ശരീരാവസ്ഥ എന്ന് പറയുന്നത് ഭാരക്കുറവാണ്, രണ്ടാമത്തെ കുട്ടിയുടെ ശരീരാവസ്ഥ എന്ന് പറയുന്നത് അമിതവണ്ണമാണ്. രണ്ടും ആരോഗ്യകരമായിട്ടുള്ള ഒരു രീതിയല്ല. അമിതവണ്ണവും പാടില്ല, എന്നാൽ ഭാരക്കുറവും പാടില്ല. ആദ്യത്തെ കുട്ടിക്ക് ഭാരക്കുറവാണ്, ഒരുപക്ഷെ പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. രണ്ടാമത്തെ കുട്ടിക്ക് അമിതഭാരമാണുള്ളത്, അതിനും ഒരു പക്ഷേ അധിക കലോറി ഉപഭോഗം അല്ലെങ്കിൽ കുറഞ്ഞ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കാം. അവിടെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നല്ല ഭക്ഷണത്തിലൂടെയും ഈ പറയുന്ന ശാരീരിക വ്യായാമത്തിലൂടെയും ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി നല്ല ആഹാരശീലങ്ങൾ. പ്രായത്തിന് അനുയോജ്യവും ആരോഗ്യകരവുമായിട്ടുള്ള ആഹാരശീലങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇതുവരെയും പറഞ്ഞു വന്നത്.
ഇവിടെ കുറച്ച് സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായവയ്ക്ക് നേരെ നല്ല ആഹാരശീലത്തിന് നേരെ ടിക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നു, നല്ല ശീലമല്ലേ, നല്ലതാണ്. അമിതമായി ഭക്ഷണം കഴിക്കുന്നു, ശരിയാണോ? അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല, അപ്പോൾ ടിക്ക് ചെയ്യണ്ട. ഒരേ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ആഹാരം എന്നും കഴിക്കുന്നു, അതും ശരിയല്ല. ഇനി ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നു. ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നത് തെറ്റ് പറയാൻ പറ്റില്ല, അതും ശരിയായിട്ടുള്ളൊരു ആഹാര രീതി തന്നെയാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അതും നല്ല ഒരു ശീലം തന്നെയാണ്. ആവശ്യമായ അളവിൽ ആഹാരം കഴിക്കുന്നു, ശരിയല്ലേ? വളരെ ശരിയാണ്, ആവശ്യമായ അളവിൽ ആഹാരം കഴിക്കണം. TV, മൊബൈൽ ഫോൺ എന്നിവ ശ്രദ്ധിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്നു, ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല, അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു, വളരെ നല്ല ഒരു ശീലമാണ് ഇത്. വളരെ കുറച്ച് മാത്രം ആഹാരം കഴിക്കുന്നു, അത് ശരിയല്ല, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ തന്നെ ആഹാരം കഴിക്കണം. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരം കൂടുതലായി ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഇഷ്ടമുള്ള ആഹാരം മാത്രം കഴിക്കുന്നു, ഇഷ്ടമുള്ള ആഹാരം മാത്രം കഴിച്ചാൽ പോരാ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരവും കഴിക്കണം. വെള്ളം ആവശ്യമായ അളവിൽ കുടിക്കുന്നില്ല എന്നുള്ളതും തെറ്റാണ്. ഇടനേരങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതേ ഒഴിവാക്കണം എന്നുള്ളതാണ് ആരോഗ്യകരമായ രീതിയിൽ പറയുന്നത്. ആരോഗ്യകരമായിട്ടുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നു, ആരോഗ്യകരമായിട്ടുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ല ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ നല്ല ശീലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നല്ല ആഹാരശീലങ്ങളോടൊപ്പം തന്നെ വ്യായാമവും ആവശ്യമാണ്. അപ്പോൾ ആഹാരവും വ്യായാമവുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് സംഭാഷണ ശകലങ്ങൾ നൽകിയിട്ടുണ്ട്, നോക്കാം. ഡോക്ടർ, എൻ്റെ മൂത്ത മകൾ വളരെ മെലിഞ്ഞിരിക്കുന്നു, വിശപ്പും തീരെയില്ല, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടർ പറയുന്നത്, ശരീരം മെലിഞ്ഞിരിക്കുന്നത് കാര്യമായി എടുക്കേണ്ടതില്ല, വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാകും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. അപ്പോൾ തടി കൂടുമെന്ന് പറഞ്ഞ് ചേച്ചി കുറച്ച് ഭക്ഷണമേ കഴിക്കൂ ഡോക്ടർ. അപ്പോൾ എൻ്റെ ചേട്ടന് നല്ല വണ്ണമുണ്ട്, ബർഗറും സാൻഡ്വിച്ചും ഒക്കെയാണ് ഇഷ്ടം, അവ എപ്പോഴും കഴിക്കും, അതിന് കുഴപ്പമുണ്ടോ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ പറയുന്നത്, അമിത കലോറിയുള്ള ഇത്തരം ആഹാരം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, വ്യായാമം ശീലമാക്കുകയും വേണം. അപ്പം നല്ലൊരു ശീലം ഡോക്ടറോട് അഡ്വൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നല്ല ഒരു ശരിയായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് ആഹാരം പ്രധാനമാണ്, അതുപോലെ തന്നെ പ്രധാനമാണ് വ്യായാമവും. അപ്പോൾ മുൻകാലങ്ങളിൽ ആളുകൾ ചെയ്തിരുന്ന തൊഴിലുകൾ അധികവും ശാരീരിക അധ്വാനം ഉള്ളതായിരുന്നു, അതുകൊണ്ട് തന്നെ തൊഴിലെടുക്കുമ്പോൾ തന്നെ അവർക്ക് വ്യായാമവും ലഭിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്ന മിക്ക തൊഴിലുകളും ശാരീരിക അധ്വാനം അത്രയുള്ളവയല്ല. അതുകൊണ്ട് എന്താണ്, കൃത്യമായ വ്യായാമം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വ്യായാമം പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ എന്തെല്ലാം തരത്തിലുള്ള വ്യായാമങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ഇപ്പോൾ സ്കൂൾ ക്ലാസ്സിലേതുപോലെ ഉള്ള ഒരു സാഹചര്യമായതുകൊണ്ട് സ്കൂളിലെ കായിക പിരീഡ് പ്രയോജനപ്പെടുത്തുന്നു, ഓടിക്കളിക്കുന്നു, സൈക്കിൾ ചവിട്ടുന്നു, അല്ലെങ്കിൽ നടക്കുന്നു, ഒത്തിരി ദൂരം നടക്കുന്നു, സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിക്കുന്നു, സ്കിപ്പിംഗ് ചെയ്യുന്നു, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ പോലെയുള്ള കളികളിലൊക്കെ ഏർപ്പെടുമ്പോഴതും കായികാധ്വാനമാണ്. പിന്നെ നൃത്തം ചെയ്യുന്നു, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാവരും മിക്കവരും തന്നെ ജിമ്മിൽ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യായാമങ്ങൾ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറ്റുക. ഇനി കളികളുടെ ലോകം എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ഈ കുട്ടികളും ഈ കുട്ടിയും കളിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്? അപ്പോൾ ഒന്നാമത്തത് ഫുട്ബോളാണ് തന്നിട്ടുള്ള പിക്ചറിൽ. അപ്പോൾ ഇതൊരു ഔട്ട്ഡോർ ഗെയിമാണ്. രണ്ടാമത്തെ ഗെയിം എന്താണ്? ഇതൊരു ഇൻഡോർ ഗെയിമാണ്. ഔട്ട്ഡോർ ഗെയിമുകൾ ശാരീരിക വ്യായാമവും ശുദ്ധവായുവും നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്താണ്? ഇൻഡോർ ഗെയിമാണ്. ഇതേ സമയം ഈ ഇൻഡോർ ഗെയിമുകൾ വിനോദം നൽകുന്നുണ്ട്, പക്ഷേ ഇവിടെ എന്താണ്? വ്യായാമം ലഭിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തു പോയി കളിക്കാനോ വീടിനകത്ത് കളിക്കാനോ ഏതാണ് ഇഷ്ടം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. എങ്കിൽ കൂടിയും ആരോഗ്യം ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിത രീതിയിൽ ഉൾപ്പെടുത്തണം. ഇനി ഇവിടെ കുറച്ച് സംഭാഷണങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ എന്നും വൈകുന്നേരം ഫുട്ബോൾ കളിക്കാറുണ്ട്, ചെസ്സ് കളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒഴിവുള്ളപ്പോഴൊക്കെ ഞാൻ TV കാണും. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചെറിയ കുളമുണ്ട്, ഞാൻ അച്ഛനോടൊപ്പം എന്നും 1/2 മണിക്കൂർ നീന്തും. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഗെയിം കളിക്കും.
അപ്പോൾ ഇവിടെ കുട്ടികൾ പറഞ്ഞത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം വ്യായാമം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കളികൾ ഇവരുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ അതിനായി ഏർപ്പെടുന്ന സമയവും പ്രധാനമാണ്. അരമണിക്കൂർ എന്ന് പറയുന്നുണ്ട്, ഒഴിവുള്ളപ്പോഴെല്ലാം എന്ന് പറയുന്നുണ്ട്, അതുപോലെ എന്നും വൈകുന്നേരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കളികളിൽ ഏർപ്പെടുന്ന സമയവും പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ച് വ്യായാമം ലഭിക്കുന്നതാണെങ്കിൽ ഏറെ നല്ലതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ആരോഗ്യത്തിന് പോഷകമൂല്യമുള്ള ആഹാരവും കൃത്യമായിട്ടുള്ള വ്യായാമവും വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഉറക്കത്തിൻ്റെ പ്രാധാന്യം അതും ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെ 2 കുട്ടികളുടെ ശീലം നോക്കൂ. രാത്രി കുറേ സമയം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഏറെ വൈകി ഉറങ്ങുന്ന ഒരു കുട്ടീനെ ആദ്യം കാണാം. രാത്രി അധികം വൈകാതെ കിടക്കുന്നു, സുഖമായി ഉറങ്ങുന്ന രണ്ടാമതൊരു കുട്ടീനെയും കാണാം. ഇവിടെ എന്താണ് ഒരു രീതിയിൽ വ്യത്യാസം എന്താണ് വന്നിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൻ്റെ അമിതോപയോഗം മൂലം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തെല്ലാമാണ്? ഉത്കണ്ഠ ഉണ്ടാകുന്നു, ശരീരഭാരം വർദ്ധിക്കുന്നു, വിശപ്പില്ലായ്മ, ക്ഷീണം ഇവയെല്ലാം അനുഭവപ്പെടുന്നു. കൂടാതെ എന്താണ്? ഉറക്കക്കുറവ്, കാഴ്ച പ്രശ്നങ്ങൾ, സ്ക്രീൻ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനോടൊപ്പം ചേർന്ന് തന്നെ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം എത്ര സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആരോഗ്യകരമായ രീതിയിൽ നമ്മൾ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിക്കണം. അതുപോലെ തന്നെ അവയെ ശ്രദ്ധിക്കുകയും ചെയ്യണം, അവയെ നിയന്ത്രിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേറെ പ്രശ്നങ്ങൾ, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഫോണിൻ്റെ അമിതോപയോഗം മൂലം മാത്രം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. ഇനി ഉറക്കം. രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിന് നല്ല വിശ്രമം ലഭിക്കുന്നു. നമ്മൾ എന്തിനാണ് രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുന്നത്? നമ്മുടെ ശരീരത്തിന് നല്ല വിശ്രമം ലഭിക്കുന്നു. ഈ സമയത്താണ് ശരീരകോശങ്ങൾ അവയുടെ കേടുപാടുകളൊക്കെ തീർക്കുന്നത്. ഉറങ്ങുമ്പോൾ പേശികൾ നിശ്ചലാവസ്ഥയിലാണ്. ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും ദഹന പ്രവർത്തനങ്ങളുമൊക്കെ മന്ദഗതിയിലാവും. ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഉറക്കനഷ്ടത്തിന് പകരമാവില്ല നമ്മൾ പകൽ ഉറങ്ങുന്നത്. നമ്മളങ്ങനെ ചിന്തിക്കാറില്ലേ? രാത്രി ഉറങ്ങാതെ പണിയെടുത്തിട്ട് രാവിലെ ഉറങ്ങാം എന്നുള്ള രീതിയിൽ. അത് ശരിയല്ല. അത് മാത്രമല്ല, ആവശ്യത്തിലധികം ഉറങ്ങുന്നതും നല്ലതല്ല. കൃത്യമായിട്ടുള്ള ശരീരത്തിൻ്റെ അളവിനനുസരിച്ച് ഉറങ്ങുക. അതായത് നമ്മുടെ പ്രായത്തിലുള്ള ഒരാൾക്ക് 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കുന്നതും ഈ ഉറക്കത്തിലൂടെ തന്നെയാണ്. അപ്പോൾ ഉറക്കം പ്രധാനപ്പെട്ടതാണ്. അപ്പം ശരിയായിട്ടുള്ള ആരോഗ്യത്തിന് ഇവിടെ നമ്മൾ ആഹാരം പറഞ്ഞു, വ്യായാമം പറഞ്ഞു, അതുപോലെ തന്നെ പ്രധാനമാണ് ഉറക്കവും. ശരിയായ ആരോഗ്യത്തിന് ആഹാരം പോലെ തന്നെ പ്രധാനമാണ് വ്യായാമവും ഉറക്കവും. ഇനി ഉറക്കത്തിൻ്റെ രഹസ്യം തന്നിട്ടുണ്ട്. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന മെലാറ്റോണിൻ. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? മെലാറ്റോണിനാണ്. മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിലാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി, അതായത് പീനിയൽ ഗ്രന്ഥി, ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രഭാതമാകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രകാശത്തിൻ്റെ സാന്നിധ്യം വരുന്നില്ലേ? അതിനാൽ തന്നെ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അങ്ങനെയാണ് നാം ഉണരുന്നത്. അങ്ങനെ ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി, ചായ, കോള എന്നിവയൊക്കെ. അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇതൊന്നും കുടിക്കാനായിട്ട് പാടില്ല. മാത്രമല്ല, ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യം ഇവയൊക്കെ ഉറക്കമില്ലായ്മയുടെ ഫലമായിട്ടും ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഇതിൽ നിന്നും കുറച്ചുകൂടി വ്യക്തമായില്ലേ? അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉറക്കം നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം മൂലം ആഹാരം, വ്യായാമം, ഉറക്കം തുടങ്ങിയ പല കാര്യങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്ന പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ജീവിതശൈലി രോഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, മധുരമില്ലാത്ത ചായയാണോ നീ കുടിക്കുന്നത്? ഈ പ്രായത്തിൽ നിനക്ക് പ്രമേഹം വന്നോ? അപ്പോൾ പ്രമേഹം വരാൻ ഇപ്പോൾ പ്രായമൊന്നുമില്ല. ഇന്നലെ രാവിലെ ഭക്ഷണത്തിന് മുൻപ് ഷുഗർ പരിശോധിച്ചപ്പോൾ 170 ഉണ്ട്. ഞാൻ ഇടയ്ക്കിടെ ഷുഗർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളിൽ നിന്ന് എന്താണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്നത് നമ്മൾ മനസ്സിലാക്കണം.
100 മില്ലി ലിറ്റർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് 70 മുതൽ 100 മില്ലിഗ്രാം ആണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അഥവാ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്ന രോഗത്തിനെയാണ് പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹം. അപ്പോൾ 100 മില്ലി ലിറ്റർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 70 മുതൽ 100 മില്ലിഗ്രാം വരെ ആകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇവിടെ കൂടുതലായാൽ അത് എന്താണ്, നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാകുമ്പോൾ ക്രമാതീതമായി ഉയരുമ്പോൾ അതിനെയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് അമിത വിശപ്പ്, അമിതമായി മൂത്രമൊഴിക്കുന്നത്, നമ്മുടെ മുറിവുകളൊക്കെ ഉണങ്ങാൻ താമസമെടുക്കുന്നത്, അതിയായിട്ടുള്ള ദാഹം, തളർച്ച, ഇതെല്ലാം പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കരുതപ്പെടുന്നു. ഇങ്ങനെ പ്രമേഹം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രമേഹമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ല. രക്തം, മൂത്രം എന്നിവയുടെയൊക്കെ പരിശോധനയിലൂടെയാണ് പ്രമേഹമുണ്ട് എന്ന് കണ്ടെത്തുന്നത്. ഈ പ്രമേഹം നിയന്ത്രിച്ചില്ല എങ്കിൽ അത് മസ്തിഷ്കാഘാതം, വൃക്കരോഗങ്ങൾ, കാഴ്ചക്കുറവ് എന്നിങ്ങനെ പലതരത്തിലുള്ള ഗുരുതര ശാരീര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയെല്ലാം പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാം, പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാം ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ. നിത്യേന വ്യായാമം ചെയ്യുക, ഭക്ഷണം നിയന്ത്രിക്കുക, പുകവലി, മദ്യപാനം, ലഹരി ഉപയോഗം തുടങ്ങിയ ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇനി ഇൻസുലിനും പ്രമേഹവും. ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഫെഡറിക് ബാൻഡിങ്, ജോൺ മക്ലോയ്ഡ് എന്നീ ശാസ്ത്രജ്ഞരാണ് 1921 ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത്. ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് പാൻക്രിയാസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഫെഡറിക് ബാൻഡിങ്, ജോൺ മക്ലോയ്ഡ് എന്നീ ശാസ്ത്രജ്ഞരാണ് 1921 ഇൻസുലിൻ എന്ന ഹോർമോൺ കണ്ടെത്തിയിട്ടുള്ളത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയെയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ഇവിടെ കാരണം എന്താണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം ആണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാകും. അതിനെയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ഇത് കുട്ടികളിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായത്ര അളവിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. ഇത് നാം സാധാരണയായി കണ്ടുവരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെക്കണം. കാരണം ഇവിടെ എന്താണ്, ആ ഒരു കോശങ്ങൾക്ക് നാശം സംഭവിച്ചു. അതിനാൽ ജീവിതകാലം മുഴുവൻ ടൈപ്പ് 1 പ്രമേഹമാണ് എങ്കിൽ ഇൻസുലിൻ കുത്തിവെക്കണം. എന്നാൽ ടൈപ്പ് 2 പ്രമേഹത്തിന് ശരിയായിട്ടുള്ള ജീവിതശൈലിയും മരുന്നുകളും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അടുത്തത് രക്തസമ്മർദ്ദമാണ്. BP അല്പം കൂടുതലാണല്ലോ. ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം. നന്നായി ഉറങ്ങുകയും വ്യായാമം ചെയ്യുകയും വേണം. അപ്പോൾ BP കുറവാണ്, കൂടുതലാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് രക്തസമ്മർദ്ദം? രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഉപകരണം കണ്ടിട്ടില്ലേ? സ്പിഗ്മോമാനോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത്. ഈ ഉപകരണത്തിൽ 120/80 റീഡിംഗ് കാണിക്കുന്നത് എങ്കിൽ സാധാരണ രക്തസമ്മർദ്ദ നിരക്കാണ് എന്നുള്ളത് കണക്കാക്കാൻ പറ്റും. മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലാണ് ഈ ഒരു റീഡിംഗ് വരുന്നത്. ഇനി പുകവലി, പൊണ്ണത്തടി, പൊട്ടാസ്യത്തിൻ്റെ കുറവ്, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുത്തുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് രക്തസമ്മർദ്ദം. ഇനി രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം, പതിവായിട്ട് വ്യായാമം ചെയ്യണം, ആരോഗ്യകരമായിട്ടുള്ള ഭാരം നിലനിർത്തണം, സമീകൃത ആഹാരം കഴിക്കുന്നത് എല്ലാത്തിലും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞത്
പറഞ്ഞതുപോലെയുള്ള പുകവലി, മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. ശരിയായിട്ടുള്ള ഉറക്കം ഉണ്ടാകണം. മാനസിക സമ്മർദ്ദം ഒഴിവാക്കണം. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായിട്ട് സാധിക്കും. ഇനി കൊളസ്ട്രോൾ. എണ്ണയിൽ പൊരിച്ചെടുത്ത ചില ആഹാര വസ്തുക്കളാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പൊരിച്ചെടുത്ത ആഹാര വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്താണ് കാരണം? നമ്മുടെ ശരീരത്തിലെ വിവിധ തരം കൊഴുപ്പുകളിൽ ഒന്നാണ് കൊളസ്ട്രോൾ. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചു. നമ്മുടെ ശരീരത്തിലെ മൊത്തം കൊളസ്ട്രോൾ 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്നുള്ളതിന് താഴെയായിട്ടുള്ളതാണ് ശരിയായിട്ടുള്ള അവസ്ഥ. കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ എന്നും ചീത്ത കൊളസ്ട്രോൾ എന്നും എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. എന്നാൽ അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടിയിട്ട് രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഹൃദയാഘാതത്തിന് പോലും കാരണമാകുന്നുണ്ട്. ഇത് കരളിനെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. എന്നാൽ നല്ല കൊളസ്ട്രോൾ കൂടുന്നതിനനുസരിച്ച് ഹൃദയാഘാത സാധ്യത കുറയുകയും കൂടാതെ വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ മത്തി, അയല, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, വാൽനട്ട് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളും നല്ല കൊളസ്ട്രോൾ കൂടാൻ സഹായിക്കുന്നവയുമാണ്. അപ്പോൾ ഇതാണ്, നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളവ നിലനിർത്തുക, മറ്റേത് തടയുന്നതിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ കൊഴുപ്പടങ്ങിയ ആഹാര വസ്തുക്കൾ അധികമായിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം നമുക്ക് മനസ്സിലായി. മാത്രമല്ല, നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് ഒരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ മത്തി, അയല, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, വാൽനട്ട് പോലെയുള്ളവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക. പതിവായിട്ട് വ്യായാമം ചെയ്യുക. ആരോഗ്യകരമായിട്ടുള്ള ഭാരം നിലനിർത്തുക. പിന്നെ മദ്യപാനവും പുകവലിയും ഒക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് നല്ല കൊളസ്ട്രോൾ കൊണ്ടുവരുന്നതിനുള്ള വഴികൾ. ഇനി ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അതുമൂലം ഉണ്ടാകാൻ ഇടയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? തെറ്റായിട്ടുള്ള ഒരു ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് പൊതുവെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടേതായിട്ടുള്ള രീതികളിൽ തെറ്റായ ജീവിതശൈലി ഉണ്ടാകുമ്പോൾ അതിനെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നു. ഇത് പ്രധാനമായിട്ടും അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, അല്പനിദ്ര, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ശരിയായിട്ടുള്ള ജീവിതശൈലി പിന്തുടർന്ന് വന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ മുകളിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെയുള്ള പല രോഗങ്ങളെയും അകറ്റി നിർത്താനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പറയുന്നത് പോലെ ഇന്ന് കാണപ്പെടുന്ന പല രോഗങ്ങളും ഉണ്ടാവില്ല. കാരണം എന്താ? അവരുടെ ജീവിതശൈലി ആവശ്യമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമുക്കും സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും നല്ല രീതിയിൽ, നല്ല ആരോഗ്യകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, രക്തത്തിലുണ്ടാകുന്ന അമിതമർദ്ദം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. തെറ്റായിട്ടുള്ള ജീവിതശൈലി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും. ഇതിൻ്റെ ഫലമായിട്ട് മറ്റു പല രോഗങ്ങളും വരുന്നതിനോ രൂക്ഷമാകുന്നതിനോ കാരണമാവുകയും ചെയ്യും. നമ്മളടുത്ത് PSC ചോദിക്കാറുണ്ട്, ഏതെല്ലാമാണ് താഴെ തന്നിട്ടുള്ളവയിൽ ഏതെല്ലാമാണ് ജീവിതശൈലി രോഗങ്ങൾ, താഴെ തന്നിട്ടുള്ളതിൽ ഏതെല്ലാമാണ് ജീവിതശൈലി രോഗങ്ങൾ അല്ലാത്തത് എന്നുള്ളത്. അപ്പോൾ ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, രക്തത്തിലുണ്ടാകുന്ന അമിതമർദ്ദം, ഇതെല്ലാം എന്താണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, തെറ്റായിട്ടുള്ള ഒരു ജീവിതശൈലി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും. അത് മാത്രമല്ല, ഇതിൻ്റെ ഫലമായിട്ട് പല പല രോഗങ്ങൾ വരുന്നതിനും അല്ലെങ്കിൽ ഉള്ള രോഗത്തിന് രൂക്ഷം കൂടുന്നതിനുള്ള കാരണവുമായി മാറാറുണ്ട്. അപ്പോൾ ഈ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാര പ്രവർത്തനങ്ങളുമൊക്കെ ഇവിടെ താഴെ നമുക്ക് ചേർത്ത് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഒരു അനാലിസിസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം.
ഒന്നാമത് ഇവിടെ തന്നിട്ടുള്ളത് വീടിനുള്ളിലിരുന്ന് ഇലക്ട്രോണിക് ഗെയിം കളിക്കുന്നു. ഇപ്പോൾ ജീവിതശൈലിയിലൊരു മാറ്റം വന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കഴുത്തിലെയും മുതുകിലെയും പേശികൾക്ക് വേദന, പൊണ്ണത്തടി പോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇനി ഈ പരിഹാര പ്രവർത്തനം എന്താണ്? ഇങ്ങനെയുള്ളൊരു ഗെയിമിംഗ് ഒന്നും കളിക്കണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യവുമില്ല. പക്ഷേ ഇവിടെ ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ്? കൃത്യമായ ഇടവേളകൾ എടുക്കുക, മാത്രമല്ല നേത്ര വ്യായാമങ്ങൾ ചെയ്യുക, ശരിയായിട്ടുള്ള ശരീരനില നമ്മൾ സൂക്ഷിക്കുക, ഔട്ട്ഡോർ ഗെയിമുകളും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയാം, അമിതമായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നത്. ജങ്ക് ഫുഡ് അധികം കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് പൊണ്ണത്തടിക്കും ഉയർന്ന കൊളസ്ട്രോളിനും പ്രമേഹത്തിനുമൊക്കെ കാരണമാകും. പ്രോസസ്ഡ് ഫുഡ് അല്ലേ? അപ്പോൾ ഇവിടെ പരിഹാരം എന്താ? ജങ്ക് ഫുഡ്സ് കഴിക്കരുത് എന്ന് പറയുന്നില്ല, പക്ഷെ കഴിക്കുമ്പോൾ അത് മിതപ്പെടുത്തുക. സമീകൃത ആഹാരം കൂടുതലും നമ്മുടെ ജീവിത രീതിയിൽ ഉൾപ്പെടുത്തുക. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുക. വറുത്തതും പഞ്ചസാര ചേർത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പൊതുവെ ഒഴിവാക്കുക. ഓക്കെ. ഇനി വ്യായാമത്തിൻ്റെ അഭാവം ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വ്യായാമം വരുന്നില്ല, നമ്മുടെ ഇന്നത്തെ ജോലികളിലൊന്നും വ്യായാമം ഉൾപ്പെടുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ദുർബലമായിട്ടുള്ള പേശികൾ, ക്ഷീണം, ഹൃദ്രോഗ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് എന്താണ്? നമ്മുടെ ജീവിത രീതിയിൽ വ്യായാമം ഉൾപ്പെടുത്തുക. യോഗ, നടത്തം, ജിമ്മ് പോലെയുള്ള കാര്യങ്ങൾ, കായിക പ്രാധാന്യം അർഹിക്കുന്ന തരത്തിലുള്ള കളികളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു പരിഹാര പ്രവർത്തനം എന്നോണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അവ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ധാരാളം ജീവിത സൗകര്യങ്ങൾക്കിടയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കം, വ്യായാമം, ശരിയായ ആഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. തെറ്റായ ജീവിതശൈലി ഉപേക്ഷിച്ച് ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു പദസൂര്യനാണ് താഴെ നൽകിയിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതും കുറയ്ക്കേണ്ടതും ശീലിക്കേണ്ടതുമായിട്ടുള്ള ചില ജീവിതശൈലികളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ. നല്ല ജീവിതശൈലികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയാൽ നമുക്കറിയാം. ഉപേക്ഷിക്കാം ലഹരി പദാർത്ഥങ്ങൾ, ഉപേക്ഷിക്കാം പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും, ശീലിക്കാം പഴങ്ങളും പച്ചക്കറികളും, ശീലമാക്കാം വ്യായാമം, ശീലിക്കാം നല്ല ഉറക്കശീലം, കുറയ്ക്കാം എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ, കുറയ്ക്കാം ഉപ്പിൻ്റെ അമിത ഉപയോഗം, കുറയ്ക്കാം ശീതള പാനീയങ്ങൾ. അപ്പോൾ ഇവിടെ ശീലിക്കാം, ആവശ്യത്തിന് വെള്ളം കുടിക്കാം എന്നുള്ളത് നമുക്ക് പറയാം. സമീകൃത ആഹാരം ശീലിക്കാം, രാത്രിയിൽ വൈകിയുള്ള മൊബൈൽ ഫോൺ ഉപയോഗം നമുക്ക് കുറയ്ക്കാം. അങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നല്ല ജീവിതശൈലിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. തെറ്റായിട്ടുള്ള ജീവിതശൈലി ആരോഗ്യ പ്രശ്നങ്ങളെക്കാൾ ഭീകരമാണ് പുകവലി, മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഇവ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്നങ്ങളാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു, അതുപോലെ ഓർമ്മശക്തിയും വിവേചന ശക്തിയും ഒക്കെ കുറയുന്നു. ഹൃദയ ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. പ്രധാനപ്പെട്ട അവയവങ്ങളെയൊക്കെ ഇത് നശിപ്പിക്കുന്നു എന്നുള്ളതും ശാരീരിക പ്രശ്നങ്ങളിൽ നമുക്ക് പറയാനാകും. മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയവയൊക്കെ ഉണ്ടാകുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രേരണയുണ്ടാകുന്നു. പെട്ടെന്ന് അക്രമാസക്തരായി മാറുന്നു. ആത്മഹത്യ ചിന്തകളോ പ്രവണതകളോ ഒക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മാത്രമല്ല ഇനി സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാ? കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊക്കെ അകലം പാലിക്കുന്നു. തെറ്റായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു. പഠനത്തിൽ താല്പര്യം കുറയുന്നു. കൂടാതെ ഗാർഹിക പീഡനത്തിലേക്കും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്കുമൊക്കെ ഇത് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം വ്യക്തിക്ക് മാത്രമല്ല സമൂഹത്തിനും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. വ്യക്തിയുടെ ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, തുടർന്ന് സാമൂഹിക പ്രശ്നങ്ങളും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കുറ്റകരമാണ് അത് കൈവശം വയ്ക്കുന്നതും. അതിനാൽ നമുക്ക് പ്രതിജ്ഞ
എടുക്കാം. ആരോഗ്യകരമായ ജീവിതത്തിന് ഞാൻ ലഹരി വസ്തുക്കളോട് നോ പറയും. സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാം നമ്മുടെ ഒരു ജീവിത രീതിയുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവ പഠിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു അധ്യായത്തോടു കൂടി നമ്മുടെ ഈ ഒരു ടെക്സ്റ്റും കംപ്ലീറ്റ് ആവുകയാണ്. അതായത് 6th സ്റ്റാൻഡേർഡിൽ വരുന്ന ഭാഗം 2 ഏറ്റവും അവസാനത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചത്. മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 2 ടെക്സ്റ്റും കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സും തീർത്തിട്ടുണ്ട്.